ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ്. ഞങ്ങളിന്ന് രാവിലെ എണീറ്റ് പുറത്ത് നോക്കുമ്പോൾ ഭയങ്കര മൂടൽമഞ്ഞൊക്കെയാണ്. മൂടൽമഞ്ഞും നല്ല മൂടലാണ് ഇന്ന്. ഇനി രാവിലെ എണീറ്റ് ശരി മൂടാണ്. രാവിലെ മുതൽ ഞങ്ങൾ പിന്നെ സ്റ്റാറൊക്കെ തൂക്കി ലൈറ്റൊക്കെ ഇട്ടണം. ലൈറ്റ് ഞങ്ങൾ ഇന്നലെ രാത്രി ഓഫാക്കിയിട്ടായിരുന്നു. കാണിച്ചു തരാം. ചെറിയൊരു സ്റ്റാർ നമ്മുടെ ഫുൾ സെറ്റപ്പാണ്. ക്രിസ്മസിൻ്റെ ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ പോവാണ്. സമയം ഇപ്പോൾ ഇവിടെ 9 മണിയായി. രാവിലെ ആയി വരണമെങ്കിൽ ഇപ്പം നമുക്ക് ഒരു 8:30 കഴിയുമ്പോഴേ ശരിക്കും വെട്ടം വെച്ച് വരത്തുള്ളൂ. അതുകൊണ്ട് നമ്മളിപ്പോൾ രാവിലെ ആയാലും ശരിക്കും അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ ഉറക്കം ഇപ്പം കുറച്ച് കൂടുതലാണ്. ഇന്ന് എനിക്ക് ലീവാണ്, നീനും ലീവാണ്. നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെ പുട്ട് കുക്കറിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. പുട്ട് ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പുകയെല്ലാം സൈഡിൽ കൂടി പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഒന്നാമത്തെ പുട്ട് ഇങ്ങനെ സെറ്റായി വരുന്നുണ്ട്. നല്ല ചൂട് വറക്കുന്ന പുട്ടാണ്. ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ചൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. പുറത്ത് ഭയങ്കര തണുപ്പാണ്. എന്നാലും ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി ഒന്ന് റിലാക്സ് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ലീവുള്ള ദിവസം മിക്ക ദിവസവും ഇങ്ങനെ മഴയായിരിക്കും. ഇപ്പോൾ വിൻ്റർ തുടങ്ങിയപ്പോൾ ഞങ്ങൾ കുടയൊക്കെ എടുത്തിട്ടാണ് വന്നേക്കുന്നത്. വലിയ മഴ എങ്ങനെ പെയ്താലോ എന്ന് വിചാരിച്ച്. അല്ലെങ്കിൽ മഴയാകുമ്പം നമ്മൾ ജാക്കറ്റൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉണങ്ങാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഞങ്ങളൊരു വലിയ കുടയൊക്കെ മേടിച്ചു ഗൈസ്. ഞങ്ങളിപ്പോൾ ഗ്ലൂക്സ്ബുർഗ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഞങ്ങൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. നീനും എൻ്റെ തന്നെ ഇരിക്കുകയാണ്. മഴ ആയതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങില്ല. ഇവിടെ ഒത്തിരി താറാവുകളൊക്കെ ഉണ്ട് ഈ തടാകത്തിനുള്ളിൽ. ഈ തടാകത്തിൻ്റെ മേലെയാണ് ഈ ഒരു കോട്ട ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഞാൻ മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഞങ്ങളുടെ ഇവിടെ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഇങ്ങോട്ടേക്ക്. ഇവിടെ ഒത്തിരി വിസിറ്റേഴ്സൊക്കെ വരുന്നതാണ്. ഈ വിൻ്റർ ആയി കഴിയുമ്പോൾ തിരക്കൊക്കെ കുറയുന്നതാണ്. ഇപ്പം ഇവിടെ പാർക്കിങ്ങിനായാലും അധികം വണ്ടികളൊന്നുമില്ല. ഇതെല്ലാം ഫുൾ നിറയുന്നതാണ് സമ്മർ ആ ടൈമിലൊക്കെ. ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ടായിരിക്കണം വലിയ തിരക്കൊന്നുമില്ല ഇവിടെ. ഷ്ലോസ് ഗ്ലൂക്സ്ബുർഗ് 1582 ഡാനിഷ് രാജകുടുംബാംഗമായ ഡ്യൂക്ക് ജോൺ ദി യങ്ങർ എന്ന പഴയ ഒരു സിസ്റ്റേർഷ്യൻ മഠത്തിൻ്റെ അവശിഷ്ടങ്ങൾ കൊണ്ടാണ് ഈ കൊട്ടാരം പണിതിരിക്കുന്നത്. കൊട്ടാരം ഒരു വെള്ള കോട്ടയാണ്. തടാകത്തിൽ നിർമ്മിച്ചതിനാൽ വെള്ളത്തിൽ ഒഴുകുന്ന ഒരു കോട്ട പോലെ തോന്നും ഇത് ഡാനിഷ് രാജവംശത്തിൻ്റെ പാരമ്പര്യ വസതിയായിരുന്നു. പല പ്രധാനപ്പെട്ട രാജകീയ വിവാഹങ്ങളും ഒപ്പുവെപ്പുകളും ഇവിടെ നടന്നിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. കൊട്ടാരം ഇന്നും ഗ്ലൂക്സ്ബുർഗ് രാജവംശത്തിൻ്റെ ചിഹ്നമായി കണക്കാക്കപ്പെടുന്നു. ഇന്ന് കൊട്ടാരം ഒരു പൊതു സംഗ്രഹാലയവും സാംസ്കാരിക കേന്ദ്രവും കൂടിയാണ്. ഗ്ലൂക്സ്ബുർഗ് എന്ന് പറയുന്നത് ഒരു ജർമ്മൻ വാക്കാണ്. ഗ്ലുക്ക് എന്ന് പറഞ്ഞാൽ ഭാഗ്യമെന്നും ബുർഗ് എന്നാൽ കോട്ട എന്നുമാണ് അർത്ഥം. അതിനാൽ ഗ്ലൂക്സ്ബുർഗ് എന്നത് ഭാഗ്യത്തിൻ്റെ കോട്ട എന്നാണ് അർത്ഥം. ഞങ്ങളിപ്പോൾ ഇവിടുന്ന് തിരിച്ച് പോവുകയാണ്. ഇവിടെ വലിയ ഒന്നും കാണാനൊന്നുമില്ല, അതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഇപ്പോൾ വേറെ എവിടെയെങ്കിലും പോകാൻ പറ്റുമോ നോക്കണം. എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവിടെയും കൂടി പോയിട്ട് വീട്ടിൽ പോകണം. അല്ലാന്നുണ്ടെങ്കിൽ നേരെ വീട്ടിലേക്ക് പോകണം. ഇവിടെ നമുക്ക് 120 മിനിറ്റ്, അതായത് 2 മണിക്കൂറാണ് നമുക്കിവിടെ ഫ്രീ ആയിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുക. അതിൽ കൂടുതൽ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതിനുള്ള കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് കൂടുതലായിട്ടുണ്ടെങ്കിൽ 30 യൂറോ നമ്മളിവിടെ പേ ചെയ്യണം. അതിന് നമുക്കിവിടെ ഒരു പാർക്ക് മീറ്റർ ഉണ്ട്. നമുക്കത് നമ്മുടെ വണ്ടിയിൽ എപ്പോഴും നമ്മൾ കരുതണം. അത് നമ്മളിപ്പോൾ ഏതാണ് സമയം ആ സമയം നമ്മളിതിൽ മെൻഷൻ ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ട് പോകണം, വണ്ടിയിൽ വെച്ചിട്ട് പോകണം. അപ്പോൾ 2 മണിക്കൂറിനുള്ളിൽ വന്നിട്ട് നമുക്ക് വണ്ടി എടുത്തിട്ട് പോയാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈൻ വരും. ഇത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈൻ വരും. മെൽറ്റിംഗ് മാംഗോ ഫ്രൂട്ട് പോപ്പ് എന്ന് പറഞ്ഞിട്ട് ഐസ്ക്രീമാണ് ഗൈസ്. ഞങ്ങളിതിൽ കഴിച്ചിട്ടില്ല, പക്ഷേ ഇൻസ്റ്റയിലൊക്കെ കുറേ റീലിൽ ഞങ്ങൾ കണ്ടായിരുന്നു ഇത്. അപ്പോൾ ഞങ്ങൾ അന്ന് മുതലേ തപ്പിക്കൊണ്ട് നടക്കുന്നത്. ഞങ്ങളൊരു 5-6 സ്ഥലത്ത് അന്വേഷിച്ചു. ഇപ്പോൾ എഡേക്കെ എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റിലാണ് നമുക്കിപ്പോൾ ഇത് കിട്ടിയത്. ഇതിന് ഭയങ്കര ഡിമാൻഡാണെന്ന് തോന്നുന്നു ഗൈസ്.
ഞങ്ങളങ്ങനെ തിരിച്ച് ഇവിടെ പാർക്കിങ്ങിന് വണ്ടി നിർത്തി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.